Today's topic is what is generative artificial intelligence. ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന് ഒരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ്. അത് അതിന് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റയെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ടാസ്ക് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അതിന് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആയിട്ട് നമ്മുടെ മുമ്പിലുള്ളതാണ് വെർച്വൽ അസിസ്റ്റൻസ് ലൈക്ക് സിരി, അലക്സ, ദെൻ റെക്കമെൻഡേഷൻ സിസ്റ്റംസ് ലൈക്ക് നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, ദെൻ ഓട്ടോണമസ് വെഹിക്കിൾസ് ലൈക്ക് ടെസ്ല, സെൽഫ് ഡ്രൈവിംഗ് കാർസ്, ദെൻ സ്പാം ഫിൽറ്റേഴ്സ്, നമ്മൾ ഇമെയിൽസിലൊക്കെ യൂസ് ചെയ്യുന്ന സ്പാം ഫിൽറ്റേഴ്സ് ഒക്കെ ഇതിൽ വരുന്നതാണ്. അപ്പോൾ ഈ ജനറേറ്റീവ് എ ഐ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു സബ്സെറ്റ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ജനറേറ്റീവ് എ ഐയിൽ ഒരു ന്യൂ കണ്ടന്റിനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഇതിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ മെയിൻലി ഉള്ള ഡേറ്റയെ ബേസ് ചെയ്തുകൊണ്ട് ഇതെന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യുകയോ ക്ലാസിഫൈ ചെയ്യുകയോ ആണ് ചെയ്യുന്നത്. എന്നാൽ ജനറേറ്റീവ് എ ഐയിൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി ഒരു പുതിയ കണ്ടന്റിനെ ജനറേറ്റ് ചെയ്യുന്നു. അതായത് നെവർ ബിഫോർ സീൻ കണ്ടന്റ്. അത് ഇമേജ് ആകാം, ടെക്സ്റ്റ് ആകാം, അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇതിൽ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ഇതിന്റെ ഇവല്യൂഷൻ ഓഫ് ജനറേറ്റീവ് എ ഐയിലേക്ക് വരാം. 1932 ജോർജ് ആസ്ട്രോണി എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ഇൻവെന്റഡ് എ മെഷീൻ കോൾഡ് മെക്കാനിക്കൽ ബ്രെയിൻ. അത് ലാംഗ്വേജസ് തമ്മിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്തത്. Then 1966 MIT professor Joseph Weizenbaum invented a chatbot called Eliza. ഇത് കോൺവെർസേഷൻ ബിറ്റ്വീൻ സൈക്കോതെറാപ്പിസ്റ്റ് സിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്തത്. ദെൻ 2011 നമുക്കെല്ലാം അറിയുന്ന പോലെ സിരി ബൈ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ദെൻ ബൈ ദ എൻഡ് ഓഫ് 2022 ChatGPT ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ ഇതിന്റെ കീ കോൺസെപ്റ്റിലേക്ക് വരുന്നു. അതിൽ നമ്മൾ അറിയേണ്ട 3 കാര്യങ്ങൾ. ജനറേറ്റീവ് എ ഐ മോഡൽസ് ഉണ്ട്. എക്സാമ്പിൾ എല്ലാവർക്കും അറിയുന്ന പോലെ ChatGPT, ഡാലി, മ്യൂസിക്കെല്ലാം, സോറ, ഇതൊക്കെ ഇതിൽ വരുന്ന മോഡൽസ് ആണ്, എക്സാമ്പിൾസ് ആണ്. ദെൻ ട്രെയിനിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്തുകൊണ്ട്, ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്തുകൊണ്ട്, മാസീവ് സെറ്റ് ഓഫ് ഡേറ്റയെ വെച്ചിട്ടാണ് ഒരു ട്രെയിനിങ് സാധ്യമാവുന്നത്. ഇതിൽ കമ്പ്യൂട്ടേഷൻ വെരി ഹൈ ആയിരിക്കും, ലാർജ് സെറ്റ് ഓഫ് ഡേറ്റ ഉള്ളത് കൊണ്ട്. ദെൻ ഇതിൻ്റെ ഒരു പ്രോംപ്റ്റിംഗ്, യൂസർ കൊടുക്കുന്ന പ്രോംപ്റ്റിംഗ് ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റൈറ്റ് എ പോയം അബൌട്ട് ദ ഓഷ്യൻ എന്നൊരു ഈ ടൈപ്പാണ് ഇതിൻ്റെ ഒരു പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ ഒരു വർക്ക് ഫ്ലോയിലേക്ക് വരുന്നു. ഇതിൽ വർക്ക് ഫ്ലോയിൽ ആദ്യം വരുന്നത് ട്രെയിനിങ് ആണ്. ആദ്യമേ പറഞ്ഞു മില്യൺസ് ഓഫ് ഡേറ്റ യൂസ് ചെയ്തുകൊണ്ടാണ് ട്രെയിനിങ് നടത്തുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ChatGPT ഒക്കെ യൂസ് ചെയ്യുമ്പോൾ മില്യൺസ് ഓഫ് ഡേറ്റ ഇൻപുട്ട് ചെയ്തുകൊണ്ടാണ് ഇതിന്റെ ട്രെയിനിങ് നടക്കുന്നത്. ദെൻ ഈ ട്രെയിനിങ് എവിടെ നടക്കുന്നു, ഇതിന്റെ പ്രോസസ്സ് എവിടെ നടക്കുന്നു? അത് ന്യൂറൽ നെറ്റ്വർക്സിലാണ് നടക്കുന്നത്. ഇതൊരു കാൽക്കുലേറ്ററിനെ പോലെയാണ്. അപ്പൊ ഇവിടെ ഈ ടൈനി പാർട്സ് കോൾഡ് ന്യൂറോൺസ് ഇതിലോട്ട് ഇത് യൂസ് ചെയ്തുകൊണ്ട് ഈ കിട്ടിയ ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് സ്മോൾ പീസസ് ആക്കിയാണ് ഇത് പ്രോസസ്സ് ചെയ്ത് ഓരോ പ്രഡിക്ഷൻ നടത്തുന്നത്, അല്ലെ കണ്ടന്റ് ജനറേറ്റ് ചെയ്യുന്നത്. ദെൻ ലേണിംഗ്, ഈ കിട്ടിയ ഡേറ്റയിൽ നിന്നും ഇതിന്റെ പാറ്റേൺസും കാര്യങ്ങളും ഒക്കെ ലേൺ ചെയ്തുകൊണ്ടാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. ഫൈനലി ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ സ്റ്റോറി ടെല്ലിംഗ് ബൈ എ ചൈൽഡ്. ഇപ്പോൾ ഒരു കുട്ടിക്ക് നമ്മൾക്ക് കുറേ അധികം സ്റ്റോറി ബുക്സ് കൊടുക്കുന്നു. കുട്ടി അത് റീഡ് ചെയ്യുന്നു, അതിൽ നിന്നും പല കാര്യങ്ങളും ലേൺ ചെയ്യുന്നു. പിന്നീട് ആ കുട്ടിയോട് ഒരു സ്റ്റോറി റൈറ്റ് ചെയ്യാൻ പറഞ്ഞാൽ, അല്ലെ ചെല്ല് ചെയ്യാൻ പറഞ്ഞാൽ ആ കുട്ടി ആ ലേൺ ചെയ്ത കാര്യങ്ങളിൽ നിന്നും പുതിയൊരു കണ്ടന്റ്, പുതിയൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് അതിനൊരു എക്സാമ്പിൾ ആണ്. ദെൻ ഇതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡേറ്റ കളക്ഷൻ ആൻഡ് ലേണിംഗ്. ഇപ്പൊ ടെക്സ്റ്റ് യൂസ് ചെയ്യുന്ന മോഡൽസ് ആണെങ്കിൽ അതിൽ ഗ്രാമർ, ഫാക്ട്സ്, സ്റ്റൈൽ, ടോൺ ഇതൊക്കെയാണ് ലേൺ ചെയ്യുന്നത്. ദെൻ ഇമേജസിലാണ് ഷേപ്സ്, കളേഴ്സ്, ടെക്സ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നു. ദെൻ മ്യൂസിക്കിലാണെങ്കിൽ റിതം, മെലഡി, ഹാർമണി ഇതൊക്കെയാണ് ഡേറ്റയായിട്ട് കളക്ട് ചെയ്യപ്പെടുന്നത്. ദെൻ ഈ പ്രോസസ്സ് നടക്കുന്നത് ന്യൂറൽ നെറ്റ്വർക്സിലാണ്. ഈ ന്യൂറൽ നെറ്റ്വർക്സിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു, റൈറ്റ് എ പോയം അബൌട്ട് ദ ഓഷ്യൻ. അപ്പോൾ ഈ ന്യൂറൽ നെറ്റ്വർക്സിൽ ഈ എംബഡിങ് ലെയേഴ്സിൽ ഈ ഡേറ്റാസിനെ വേർഡ്സിനെ കൺവേർട്ട് ചെയ്ത് ഒരു മാത്തമാറ്റിക്കൽ ഫോമിലേക്ക് മാറ്റുന്നു. ഇതിനെ നമുക്ക് വെക്ടേഴ്സ് എന്ന് പറയാം. ദെൻ ട്രാൻസ്ഫോമർ ലെയേഴ്സിൽ ഈ കോണ്ടെക്സ്റ്റും എല്ലാം ലേൺ ചെയ്തുകൊണ്ട് ഒരു നെക്സ്റ്റ് വേർഡ് എന്തായിരിക്കും, അല്ലെങ്കിൽ നെക്സ്റ്റ് ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നുള്ളത് ജനറേറ്റ് ചെയ്യുന്നു. ഫൈനലി നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്ത് ലഭിക്കുന്നു. ഇതിൽ മെയിനായിട്ട് വരുന്ന ഒരു കാര്യമാണ് ടോക്കൺസ്. ഈ ഡേറ്റയെ ടോക്കണൈസ് ചെയ്യുന്നു ഈ ന്യൂറൽ നെറ്റ്വർക്സിൽ, നമ്മളിത് പറയുന്നുണ്ട്. ദെൻ ഫീഡ്ബാക്ക് മെക്കാനിസം, നമുക്ക് കിട്ടിയ ഔട്ട്പുട്ടിന് യൂസേഴ്സ് കൊടുക്കുന്ന ഫീഡ്ബാക്ക് അനുസരിച്ചുകൊണ്ട് വീണ്ടും ഇതിന്റെ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ഇതിലൊരു ബെസ്റ്റ് ഒരു പാർട്ടാണ്. അതായത് ഒരു എക്സാമ്പിൾ, ഒരു ആപ്പിൾ ആണെങ്കിൽ അതിന് ഇമേജ് കൊടുത്തിട്ട് ഇത് ആപ്പിൾ ആണ്, അല്ലെങ്കിൽ ഇത് ആപ്പിൾ അല്ല എന്ന് പറഞ്ഞ് വളരെയധികം ഡേറ്റ അതിന് ഇൻപുട്ട് ചെയ്ത് കൊടുത്ത് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് സാധ്യമാക്കുന്നുണ്ട്. ദെൻ ഇതിൽ ഫൈനലി ഈ പ്രോസസ്സിങ്ങിനെല്ലാം ശേഷം നമുക്ക് ഒരു ന്യൂ കണ്ടന്റ് ജനറേറ്റ് ചെയ്ത് കിട്ടുന്നു. ഇനി നമ്മൾ പോപ്പുലർ ജനറേറ്റീവ് എ ഐ
മോഡൽസിലേക്ക് വരുന്നു. അപ്പോൾ ടെക്സ്റ്റ് ജനറേഷൻ കേസിൽ വരുമ്പോൾ ഹ്യൂമനിലേക്ക് ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന അനേകം മോഡൽസ് ഉണ്ട്. നമുക്ക് ഫെമിലിയർ ആണ് ChatGPT, ഗൂഗിൾ ജെമിനായി അതൊക്കെ. ദെൻ ഇമേജ് ജനറേഷനിൽ ന്യൂ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാനോ ആർട്ട് വർക്കിന് വേണ്ടി പ്രൊഡക്റ്റ് ഡിസൈനിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്ന മോഡൽസ് ഉണ്ട്. ഡാലി, മിഡ്ജേർണി ഒക്കെ എക്സാമ്പിൾസ് ആണ്. ദെൻ വീഡിയോ ജനറേഷനിൽ വീഡിയോസ് ജനറേറ്റ് ചെയ്യാനോ മാനിപ്പുലേറ്റ് ചെയ്യാനോ ഈ ഒരു മോഡൽസ് കൊണ്ട് സാധ്യമാണ്. റൺവേ, പിക്ചറി, ഓപ്പൺ AI, സോറ ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ദെൻ മ്യൂസിക് കോമ്പോസിഷനിലേക്ക് വരുമ്പോൾ ഒറിജിനൽ മ്യൂസിക് അല്ലെ ബീറ്റ്സ് ഒക്കെ പ്രൊഡ്യൂസ് അല്ലെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പല മോഡൽസ് ഉണ്ട്. എക്സാമ്പിൾസ് ആണ് ജൂക്ഡെക്, ഓപ്പൺ AI's മ്യൂസിറെക്ട്, സുനോ, മ്യൂസിക് എല്ലാം ഒക്കെ. ദെൻ ഹെൽത്ത് കെയറിലും വൈഡ്ലി ഇപ്പോൾ യൂസ് ചെയ്ത് വരുന്നു. ദെൻ റിയൽ വേൾഡ് ആപ്ലിക്കേഷനിൽ വരുവാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു മോഡൽസിന്റെ ഇത് തന്നെ എടുത്താൽ നമുക്ക് പറയാം. റൈറ്റിംഗ് ആൻഡ് കണ്ടന്റ് ജനറേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്, ആർട്ട് ആൻഡ് ഡിസൈനിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഗെയിമിംഗ് ആൻഡ് 3D വേൾഡിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഫിലിം ആൻഡ് മീഡിയ, സ്പീച്ച് ആൻഡ് മ്യൂസിക്, പ്രോഗ്രാമിംഗ് ഈ ഒരു സെക്ഷൻസിലൊക്കെ റിയൽ വേൾഡിൽ നമ്മൾ ജനറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇതിന്റെ ഫ്യൂച്ചർ എന്താണ്? മോർ ഇന്ററാക്റ്റീവ് ഏജൻസ് ഇതിന്റെ ഒരു ഫ്യൂച്ചറിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഏജൻസിന് പ്ലാൻ ചെയ്യാനും റീസൺ ചെയ്യാനും ഈവൻ ആക്ട് ചെയ്യാനും, ജനറേറ്റ് ചെയ്യാൻ മാത്രമല്ല ആക്ട് ചെയ്യാനും കഴിയുന്ന ഇന്ററാക്റ്റീവ് AI ഏജൻസ് ഇതിന്റെ ഒരു ഫ്യൂച്ചറാണ്. ദെൻ റിയൽ ടൈം മീഡിയ ജനറേഷൻ വരുന്നുണ്ട്. ദെൻ കസ്റ്റമൈസബിൾ മോഡൽസ് ഇതിൽ വരുന്നുണ്ട്. ഈ ജനറേറ്റീവ് AIക്ക് എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടോ? യെസ്. അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്ന ഈ ഒരു സെക്ഷനിൽ എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടോ? യെസ്. ബയസ് ആൻഡ് മിസ്ഇൻഫർമേഷൻ. മോഡൽസിനെ ട്രെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡേറ്റയിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മോഡൽസിന്റെ പെർഫോമൻസിനെ റിഫ്ലക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ദെൻ കോപ്പിറൈറ്റ് ആൻഡ് എത്തിക്സ്. യൂസ് ഓഫ് കോപ്പിറൈറ്റഡ് മെറ്റീരിയൽ ഇൻ ട്രെയിനിങ് ഡേറ്റ സെറ്റ്സ് റൈസസ് ലീഗൽ ആൻഡ് ethical questions. Then deep fakes. AI generated media can be used to create deceptive or harmful content. Then hallucination can make up facts or generate unrealistic content. ഇതൊക്കെയാണ് ഇതിന്റെ challenges ൽ വരുന്നത്. Thank you.